ഇപ്പം എൻ്റെ അടുത്ത് ഒരാൾ വന്ന ഒരു നിവൃത്തിയില്ലാന്ന് പറഞ്ഞാൽ ഒരു ചരട് ജപിച്ചു കൊടുക്കും, അതിലൂടെ 27 ദിവസം അവർക്ക് രക്ഷപ്പെടാം. പിന്നെ ഏലസ് കൊടുക്കും, അതിലൂടെ 1.5 വർഷം മുന്നോട്ട് പോകാം. പിന്നെ ഒരു നിവൃത്തിയിലെയും പ്രണവമലയിലും അവിടെ 27 ദേവതകളുണ്ട്. ഓരോ ദേവതയ്ക്കും 108 പൂർണ്ണ പരീക്ഷ നടത്തി താഴെ കൗണ്ടറിൽ ഞാൻ ജപിച്ചു കൊടുത്ത ചരടുണ്ടാവുന്ന കെട്ടിയിട്ട് പോയാൽ 27 ദിവസത്തിനുള്ളിൽ അവർക്ക് എരിഞ്ഞു നിൽക്കുന്ന സമയത്ത് പോകരുത്. ഒന്നുകിൽ 11 മണിക്ക് മുമ്പ്, അതായത് നമ്മൾ ഏത് ക്ഷേത്രത്തിൽ പോകുമ്പോഴും രാവിലെ 11 മണിക്ക് മുമ്പ്, അതല്ലെങ്കിൽ ഉച്ച കഴിഞ്ഞ് 3 മണിക്ക് ശേഷം ഗുരുനാഥൻ്റെ അടുത്ത് എത്തി ആവാഹന പൂജ ചെയ്തു. വീണ്ടും എല്ലാം പണ്ടുണ്ടായാലും കൂടുതൽ സൗഭാഗ്യങ്ങൾ തിരികെ എത്തി. മഹാവിഷ്ണുവിൻ്റെ ഭയങ്കര ഭക്തനായിരിക്കുന്ന എൻ്റെ അടുത്ത് നമ്മൾ ക്ഷമാമന്ത്രം ചൊല്ലുന്ന മഹാദേവനാണ്. അപ്പം ഞാൻ ചോദിക്കാം അത് എന്താണെന്ന് ചോദിക്കാം, അപ്പം ആൾ പറയും. പിന്നെ അതേപോലെ നമ്മൾ ആവാഹന പൂജ, അന്ന് ആവാഹന പൂജ ഉണ്ട് ഇവിടെ, മിറക്കിൾ ഇഷ്ടം പോലെ. മെൻ്റൽ മാറ്റാം, സാമ്പത്തിക ബുദ്ധിമുട്ട് മാറ്റാം, കല്യാണം നടത്തൽ, അങ്ങനെ എല്ലാ കാര്യവും നമ്മുടെ ആവാഹന പൂജയിൽ ഇതെല്ലാം മാറി മറിയും. ഈ പ്രണവമല അങ്ങാൽ സ്ഥാപിക്കപ്പെട്ടതല്ലേ? അതെ. അപ്പൊ അതിൻ്റെയൊക്കെ നമുക്ക് വരാം. അപ്പൊ ഞാൻ അങ്ങനെ 22 വയസ്സ് മുതൽ ഓടി ഒരുപാട് ആചാര്യന്മാരുടെ അടുത്ത് പോയി, തുള്ളുന്നവരെയും ചാടുന്നവരെയും നമ്മുടെ ഉസ്താദിൻ്റെ അടുത്തും പള്ളിയിലെ അച്ഛൻ്റെ അടുത്തും എല്ലാ വിഭാഗത്തിലുള്ള പുരോഹിതന്മാരുടെ അടുത്ത് പോയി പല പൂജകളും നടത്തി, കോഴിവെട്ട് എല്ലാം ചെയ്തിട്ടുണ്ട്. തുള്ളുന്ന ആൾക്കാരുടെ അടുത്ത് പോയി, കാരണം നമുക്ക് രക്ഷപ്പെട്ടേ മതിയാവും. ഇങ്ങനെയെല്ലാം പോയി അവസാനം 36 വയസ്സ് 13 വർഷം അന്വേഷിച്ചായിരുന്നു വിദ്യ പകർന്നുന്ന ഗുരുനാഥൻ്റെ അടുത്തെത്തി. അദ്ദേഹത്തിന്റെ അടുത്ത് എത്തുമ്പോൾ അദ്ദേഹം പറയും ആവാഹന പൂജ നടത്തണം. അപ്പൊ ഞാൻ പറയും എനിക്ക് പൈസ ഇല്ല, ബിസിനസ് ഉണ്ട്, പക്ഷെ അതിൽ നിന്ന് ഇത്തിരി പൈസ എടുത്ത് കഴിഞ്ഞാൽ നിന്ന് പോകും. ആ ലെവലിലാണ്. അതായത് 100 കിട്ടിയ 110 അല്ല, 100 കിട്ടിയ 1000 ചെലവാണ്, കിട്ടണില്ല. എന്നും കടത്തിന്ന് കടത്തിലേക്ക് എന്നും വണ്ടി ഇടിക്കല്, ബഹളങ്ങളുടെ ബഹളം. അതും ആ കാലഘട്ടത്തിൽ വാഹന തിരക്കൊന്നുമില്ല, അത്രയും തിരക്കില്ലാത്ത കാലത്ത് നമ്മുടെ വണ്ടി ഇടിക്കും. മൊത്തത്തിൽ സമയദോഷമല്ല, അതാണ് പറഞ്ഞു വരുന്ന രോഹിത. അപ്പൊ നമ്മുടെ പിന്നാലെ വരുന്ന പ്രശ്നങ്ങളാണ്. അപ്പൊ എനിക്കറിയാം, ഞങ്ങളുടെ നാട്ടിൽ ജ്യോത്സ്യനുണ്ടായിരുന്നില്ല. അമ്മ വീട്ടിലെ ക്ഷേത്രമുണ്ട്, പക്ഷെ അവിടെ ഈ ദേവപ്രശ്നവിദ്യ ഇതൊന്നും നടത്തി കണ്ടില്ല. ആരും ജ്യോത്സ്യന്മാരുടെ അടുത്ത് പോയി ഞാൻ കണ്ടിട്ടില്ല, എൻ്റെ അമ്മയും പോയി കണ്ടില്ല. ഭയങ്കര ഭക്തരാണ്, പക്ഷെ എവിടെയും പോയിട്ടില്ല. അപ്പം ഞാനാണ് അമ്മയുടെ മരണശേഷം 19 വയസ്സിന് ശേഷം 22 വയസ്സ് മുതൽ ജ്യോതിഷത്തിൻ്റെ പിന്നാലെ ഓടുന്നു. അപ്പം ഇന്നെന്ന് പറയുമ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ജ്യോത്സ്യന്മാരുണ്ട്. കുറച്ച് നോളജ് ഉണ്ടെങ്കിൽ നല്ലതാരെന്ന് അവർക്ക് തന്നെ ചിന്തിക്കാം. അതിനിപ്പോൾ അത്രയും നോളജില്ല, ബോധമില്ലാണ്ട് പോകാൻ കാരണം ഒരുപാട് വാഗ്ദാനങ്ങൾ കൊടുക്കുന്നത്. ഇതെങ്ങനെ കഴിഞ്ഞൊടിച്ചാൽ അവിടെ നിന്ന് ശരിയായിട്ടുണ്ടാവും എന്ന് പറയും അല്ലേ. അത് കേൾക്കുമ്പോൾ എന്ത് എഴുതും, എന്നാൽ അങ്ങോട്ട് പോകാൻ എഴുതും. അവിടെ ചെല്ലുമ്പോൾ ആ പോക്കറ്റിലുള്ളത് വാങ്ങിച്ചെടുക്കും, ഓടിച്ച് അവിടെ ചെന്ന് നോക്കിക്കോളാൻ ഒന്നും ഉണ്ടാവില്ല ആ നിലവാരത്തിലേക്ക്. അപ്പം അങ്ങനെ ഒരുപാട് സ്ഥലത്ത് പോയി 36 വയസ്സായപ്പോൾ ഗുരുനാഥൻ്റെ അടുത്തെത്തി. അദ്ദേഹം പറയാം ആവാഹന പൂജ ചെയ്യണം. അപ്പോൾ ഞാൻ പറയാം എൻ്റെ കയ്യിൽ പൈസ ഇല്ല. അപ്പം നിന്നെ ഇവിടേക്ക് പറഞ്ഞു വിട്ടത് ആരാന്ന് ചോദിക്കും. അപ്പോൾ എനിക്ക് പ്രൊഡക്റ്റ് കൊണ്ട് തന്നെ പാർട്ടി ഉണ്ട്, ഒരു നിവൃത്തിയില്ലാത്ത. അവരെൻ്റെ അടുത്ത് പൂജ ചെയ്തിട്ടുണ്ട്. പൂജ കഴിഞ്ഞപ്പോൾ അവരുടെ മകളുടെ കല്യാണം നടന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിനക്ക് സാധിക്കും എന്ന് പറയും. അപ്പം ഞാൻ അദ്ദേഹത്തിനോട് പറയും ഇപ്പോഴേക്ക് എനിക്ക് പറ്റില്ല. അപ്പം അന്ന് ഫീസ് അവരുടെ ചാർജ് പറയുന്നത് ഈ ആളുകൾ പറയുന്ന പോലെ ദക്ഷിണൊന്നും അല്ല കേട്ടോ, ചാർജ് പറയും. ഞാൻ എവിടെയൊക്കെ പോയിട്ടുണ്ട് അവരെല്ലാം എന്നോട് ചാർജ് പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ ഈ മരമണ്ടന്മാർ പറയുന്ന പോലെ ദക്ഷിണ ഇപ്പൊ രോഹിത് രാവിലെ വരെ വൈകിട്ട് വരെ ജോലി ചെയ്തിട്ട് ഒരു 100 എടുത്ത് തന്നിട്ട് ഇതിരിക്കട്ടെ എന്ന് പറഞ്ഞാൽ സമ്മതിക്കോ? അതെന്താ? നമ്മൾ ജോലി ചെയ്ത് നമുക്ക് ജീവിക്കണമെങ്കിൽ, നമ്മുടെ അന്തസ്സിന് നമുക്ക് ജീവിക്കണമെങ്കിൽ അതിനുള്ള പൈസ വേണം അല്ലേ. അതിപ്പോ ആരായിരുന്നാലും, ഈ പൈസയ്ക്ക് കണക്ക് പറയുന്ന ആരായിരുന്നാലും ഏത് ജോലിയിലെത്തിയാലും അവർക്ക് അതിനുള്ള പഠിപ്പിനനുസരിച്ചുള്ള ജോലി വേണം, ജോലിക്ക് അനുസരിച്ചുള്ള വരുമാനം വേണം. അങ്ങനെ എല്ലാവരും ചിന്തിക്കുന്നു, അതിനനുസരിച്ചുള്ള സൗകര്യങ്ങൾ വേണം. അപ്പൊ അദ്ദേഹം ഒന്നുകിൽ 2 പവൻ സ്വർണത്തിന്റെ പൈസ, അതല്ലെങ്കിൽ 2 സെന്റ് സ്ഥലത്തിന്റെ പൈസ. അതാണ് പൂജ റേറ്റ് അന്നത്തെ. അപ്പൊ അത് വലിയ സംഖ്യയാണ്. ഏത് വർഷമായിരിക്കും അത്? ഇപ്പൊ എനിക്ക് 57 വയസ്സായി. അപ്പൊ 36 എന്ന് പറയുമ്പോൾ നിങ്ങൾ കണക്ക് കൂട്ടിക്കോ, 21 2003. അപ്പൊ ആ സമയത്ത് ഇതാണ് അവരുടെ റേറ്റ്. അപ്പം ഞാൻ പറയും എൻ്റെ ഇപ്പോൾ പൈസ ഇല്ല, വല്ല ഉപായം ഉണ്ടോ? ഇപ്പം എൻ്റെ അടുത്ത് ഒരാൾ വന്ന ഒരു നിവൃത്തിയില്ലാന്ന് പറഞ്ഞാൽ ഒരു ചരട് ജപിച്ചു കൊടുക്കും, അതിലൂടെ 27 ദിവസം അവർക്ക് രക്ഷപ്പെടാം. എനിക്ക് അന്ന് ചരടൊന്നും തന്നില്ല. പിന്നെ ഏലസ് കൊടുക്കും, അതിലൂടെ 1.5 വർഷം മുന്നോട്ട് പോകാം. ഇനി ഒരു നിവൃത്തിയിലെയും പ്രണവമലയിലും അവിടെ 27 ദേവതകളുണ്ട്. ഓരോ ദേവതയ്ക്കും 108 പൂർണ്ണ പരീക്ഷ നടത്തി താഴെ കൗണ്ടറിൽ ഞാൻ ജപിച്ചു കൊടുത്ത ചരടുണ്ടാവുന്ന കെട്ടിയിട്ട് പോയാൽ 27 ദിവസത്തിനുള്ളിൽ അവർക്ക് ആവശ്യപ്പെടുന്ന ആവാഹന പൂജയാണെങ്കിൽ അതിലേക്ക് വരാൻ പറ്റും. അതല്ല അവർ ഏലസാണ് ചോദിക്കുന്നത്, ഏലസിലേക്ക് വരാം. എന്തായാലും അവർ ചോദിക്കുന്നത് ദേവതകൾ കൊടുക്കും. അതാണ് പ്രണവമല. അപ്പോൾ അന്ന് അദ്ദേഹത്തിനോട് ചോദിക്കുമ്പോൾ ആൾ പറയും നിന്റെ കുടുംബക്ഷേത്രത്തിൽ പോയിട്ട് 1 രൂപ നാണയം ഇടാൻ പറയും. അപ്പം ഞാൻ പറയും കുടുംബക്ഷേത്രത്തിൽ പോകുമ്പോൾ അമ്മ വഴി, ആൾ പറയും അമ്മ വഴി പോയിട്ട് യാതൊരു പ്രയോജനമില്ല, അച്ഛൻ്റെ വഴിക്ക് പോകണം, അച്ഛൻ്റെ വഴിക്ക് പോയാലേ ഫലം ഉണ്ടാവുള്ളൂ. അപ്പം ഞാൻ പറയും ഞാനിതുവരെ പോയിട്ടില്ല, അങ്ങനെ ക്ഷേത്രമുണ്ട്, മാസത്തിലൊരിക്കൽ പൂജകളൊന്നും കേട്ടിട്ടുള്ള അമ്മ വഴിയേ പോയിട്ടുള്ളൂ. ആൾ പറയും എരിഞ്ഞു നിൽക്കുന്ന സമയത്ത് പോകരുത്, ഒന്നുകിൽ 11 മണിക്ക് മുമ്പ്, അതായത് നമ്മൾ ഏത് ക്ഷേത്രത്തിൽ പോകുമ്പോഴും രാവിലെ 11 മണിക്ക് മുമ്പ്, അതല്ലെങ്കിൽ ഉച്ച കഴിഞ്ഞ് 3 മണിക്ക് ശേഷം. മറ്റേ 11 to 3 മണി വരെയുള്ള സമയം, 12 മുതൽ 3 വരെ ജ്യേഷ്ഠായാമമാണ്. അതുകൊണ്ടാണ് പോകരുതെന്ന് പറഞ്ഞത്. അപ്പം ഞാൻ ഗുരുവായൂരൊക്കെ പോകുമ്പോൾ മിക്കവാറും 1 മണിക്കാണ് അവിടെ എത്തി തൊഴാൻ പോകുന്നത്. നമുക്കിങ്ങനെ അറിവ് പകർന്നു തരാൻ ആളുണ്ടായില്ല. അപ്പം അദ്ദേഹത്തിൻ്റെ അടുത്ത് എത്തുമ്പോഴാണ് പ്രത്യേകമായ വേറെ കാര്യങ്ങളാണ്.
അപ്പോൾ എന്തായാലും 1 രൂപ കൊണ്ടുപോയി നീ ഇട്ട് നോക്കാൻ പറയും. ഞാൻ എന്തായാലും പറഞ്ഞ പോലെ പോയി 1 രൂപ കൊണ്ടുപോയി പണ്ടായത്തിലിടും. അത് കഴിഞ്ഞിട്ടുള്ള ദിവസങ്ങളിൽ എനിക്ക് മനസ്സിലാവും ഇത് സംഭവമാണ്. ഇത്ര നാളും പോയി പൈസ ചിലവാക്കിയ പോലെയല്ല. എൻ്റെ നാൾ വേറെ പൈസ വാങ്ങിച്ചില്ല, ദക്ഷിണ കൊടുത്ത് പോകും. ആവാഹനം നടത്തിയതുമില്ല. അല്ലല്ല. അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ ഒരു ബന്ധുവിൻ്റെ അടുത്ത് പോയിട്ട് ഇങ്ങനൊരു പുള്ളി എൻ്റെ അടുത്ത് ഇതിന് മുമ്പ് വന്നിട്ട് കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആളോട് പറയും ഇങ്ങനൊരു പുതിയ സ്ഥലത്ത് പോയിട്ടുണ്ട്, പൈസ ഇത്രയാവും. ആൾ പറയും നീ ഇത്രയും കാലം പൂജ ചെയ്ത പൈസയ്ക്ക് ഭൂമി വാങ്ങിച്ചിട്ടിറങ്ങി അവിടുത്തെ കരിയിൽ പിറക്കി വിറ്റാലും നിനക്ക് സുഖമായിട്ട് ജീവിക്കാം, അതുകൊണ്ട് ഞാൻ പൈസ ഇല്ല. പക്ഷെ അപ്പോൾ എനിക്ക് നമ്മുടെ ഗുരുനാഥൻ ഒരു വഴി കാണിച്ചു തന്നു, കുടുംബക്ഷേത്രത്തിൽ പോകണം. ഞാൻ എന്തായാലും എല്ലാ മാസം കുടുംബക്ഷേത്രത്തിൽ ഗുരുവായൂരും പോകും. എനിക്ക് പൈസ വേണം, തരാൻ വേറെ ആരുമില്ല. ഇദ്ദേഹത്തിൻ്റെ അടുത്ത് തന്നെ പിന്നീട് ചോദിക്കും. അപ്പോൾ 8 മാസം കഴിയുമ്പോൾ തരില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് പൈസ തരും. ആളുടെ ഭാര്യ പറയും എന്തായാലും ചോദിക്കണമല്ലേ, ഒന്ന് കൊടുത്തു നോക്ക്, അവനൊന്ന് രക്ഷപ്പെടാണെങ്കിൽ രക്ഷപ്പെട്ടെ. അപ്പോൾ അവർ പൈസ തരും. ഞാൻ ഗുരുനാഥൻ്റെ അടുത്തെത്തി പൂജ നടത്തും. പൂജ നടത്തി കഴിയുമ്പോൾ എനിക്ക് ബ്രേക്കായി. അതായത് ഇത്രയും കാലം ആവശ്യമില്ലാണ്ട് പൈസ ചിലവായിക്കൊണ്ടിരുന്ന എല്ലാം സ്റ്റോപ്പായി. ഞാൻ ഏത് സമയം പണിയെടുക്കാൻ തയ്യാറുള്ള ഒരാളാണ്. മറ്റുള്ളവർ പറയുന്നത് 8 മണിക്കൂറല്ല, ഉറങ്ങുന്നവരെ, എഴുന്നേറ്റാൽ ഉറങ്ങുന്നവരെ പണിയാണ്. എൻ്റെ പ്രധാന ഹോബി എന്ന് പറഞ്ഞാൽ ജോലി എടുക്കുക എന്നുള്ളതാണ്. അത് അന്നും ഇന്നും അങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പോൾ എൻ്റെ മകൻ എന്നെ പറയുന്നത് ഒരു യന്ത്രമാണ്. കാരണം ഈ യന്ത്രം രാവിലെ മുതൽ വർക്കാവുന്നു, രാത്രി തന്നെ ഓഫാവുന്നവരെ ജോലി എടുക്കുന്നു. അപ്പോൾ അതിന് എനിക്കിതുവരെ മാറ്റം വരുത്താൻ പറ്റില്ല. ഓരോരുത്തർക്കും ഓരോ ഇഷ്ടം എന്ന് പറഞ്ഞ പോലെ. അപ്പോൾ ഇപ്പോൾ ജോലി എന്ന് പറഞ്ഞാൽ തൂമ്പിളക്കിലൊന്നല്ല. ഞാൻ തൂമ്പിളക്കിൽ എനിക്ക് കൃഷി അറിയാൻ പാടില്ല. അപ്പോൾ നമ്മൾ പ്രശ്നനോട്ടം നടത്തും, അതിൻ്റെ ഇടയ്ക്ക് പാട്ടുകൾ രചിക്കും, പിന്നെ ബുക്ക് എഴുതും, അങ്ങനെയെല്ലാം ചെയ്തുകൊണ്ട് പിന്നെ പഠിപ്പിക്കും, എല്ലാം ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഷൂട്ട്, ലൈവ് എല്ലാം അടിപൊളി ബഹളമുണ്ട്. രാവിലെ വല്ല ഉറങ്ങുന്നവരെ ഏത് സമയം എൻഗേജ്മെൻറ്റിൽ നമുക്ക് എൻഗേജഡായിട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് പൂജ ചെയ്ത് മാറ്റം വന്നു. എനിക്ക് മുമ്പുണ്ടായതെല്ലാം മുമ്പ് പോയിരുന്നു, എല്ലാം പോയി. അതായത് എൻ്റെ നാട്ടിൽ ആദ്യമായിട്ട് 2 നില വീട് പണിത് 98-ൽ 3000 സ്ക്വയർ ഫീറ്റ് വീട്. അവിടേക്ക് വരുമ്പോൾ 6 വാഹനങ്ങൾ, 60 പണിക്കാർ, 6 സ്ഥലത്ത് യൂണിറ്റ്, പിന്നെ അന്ന് മൊബൈൽ ഫോൺ, അന്നത്തെ ഇത്രയുള്ള നീളമുള്ള മൊബൈൽ ഫോൺ ഭയങ്കര സെറ്റപ്പിലാണ് വന്നത്. പിന്നെ 2001 ആകുമ്പോഴേക്കും എല്ലാം നശിച്ചു പോയി മൊത്തം. കണ്ടുകൊണ്ടിരുന്ന ജോലിസിനോട് ചോദിക്കും, അന്നും ജോലിസിനെ കാണുന്നുണ്ട്, ഇനി എന്താ വഴി എന്ന് നോക്കുമ്പോൾ ആൾ പറയും നാടുവിട്ടോക്കോളം പറയും. അതായത് എൻ്റെ അച്ഛൻ നല്ല മദ്യപാനിയായിരുന്നു, അതുകൊണ്ട് ഞാൻ മദ്യത്തിൻ്റെ എതിരെ, ഞാൻ മദ്യപിക്കുകയില്ല, മദ്യം വാങ്ങിച്ചു കൊടുക്കുകയില്ല. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു ഒന്നുകിൽ ആത്മഹത്യ ചെയ്യാം അല്ലെങ്കിൽ നാടുവിട്ടോ. എന്നോട് ആത്മഹത്യ ചെയ്യാൻ പറഞ്ഞില്ല, നാടുവിട്ടോക്കണം. പക്ഷെ ഞാൻ സമ്പൂർണ്ണ ദൈവവിശ്വാസിയാണ്, ഞാൻ എവിടെയും പോയില്ല. നമ്മൾ ഭഗവാന്മാരുടെ പിന്നാലെ തന്നെ നമുക്ക് നേടിയേ പറ്റൂ. അങ്ങനെയാണ് പിന്നീട് ഗുരുനാഥൻ്റെ അടുത്ത് എത്തി ആവാഹന പൂജ ചെയ്തു. വീണ്ടും എല്ലാം പണ്ടുണ്ടായാലും കൂടുതൽ സൗഭാഗ്യങ്ങൾ തിരികെ എത്തി. അങ്ങനെ തിരികെ എത്തി ബിസിനസ്സൊക്കെ നല്ല രീതിയിൽ അഭിവൃദ്ധി പ്രാപിക്കുമ്പോൾ നമ്മുടെ കേരളത്തിലെ രീതികൾ അറിയാലോ, എന്നും പണിക്കാർ പ്രശ്നങ്ങളാണ്. അതായത് നമുക്ക് 6 വാഹനങ്ങൾ ജോലിക്ക് ഉണ്ടെങ്കിൽ മിനിമം 12-15 പണിക്കാരുണ്ടാവും വണ്ടി പോകാൻ മാത്രം. അപ്പോൾ ഇവർ പലരും പല ദിവസം ലീവാകും. ലീവായി കഴിയുമ്പോൾ എനിക്ക് വണ്ടി ഓടിക്കാനറിയാം, സെയിൽസിന് പോകാനറിയാം, ഞാൻ പോകുമ്പോഴാണ് ഏറ്റവും കൂടുതൽ സെയിൽ. അപ്പോൾ എന്നെ സംബന്ധിച്ച് എല്ലാ ദിവസവും ഞാൻ ജോലിക്ക് പോകണം. കാരണം ഇവർ ഓരോരുത്തരും മാരത്തോൺ ലീവ്, പകരം സ്പെയർ ഒരു സെയിൽസ്മാനും ഡ്രൈവറും ഉണ്ട്, പക്ഷേ അവരും ലീവാകും. ഞാൻ നോക്കുമ്പോൾ എനിക്ക് മാത്രം ലീവില്ല, എന്നും ജോലി. പിന്നെ ഞായറാഴ്ചകളിൽ അമ്പലങ്ങൾ. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഒരു റെസ്റ്റ് എന്ന് പറഞ്ഞ ജീവിതത്തിലില്ല. അങ്ങനെ പിന്നെ ഗുരുവായൂർ പോകുമ്പോൾ ഭഗവാനോട് പ്രാർത്ഥിക്കും, എനിക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു തൊഴിലിലേക്ക് ഭഗവാനൊന്ന് എത്തിച്ചേരണം. അങ്ങനെ എത്തിച്ചേരുന്നത് പ്രാർത്ഥിച്ച് വന്നു കഴിയുമ്പോഴാണ് ഗുരുനാഥൻ നമ്മുടെ വീട്ടിൽ പുതിയ വീടൊക്കെ വെച്ച് കഴിഞ്ഞപ്പോൾ ഭഗവത് സേവയ്ക്ക് വരും. ഭഗവത് സേവയ്ക്ക് വന്നു കഴിയുമ്പോൾ ഞാൻ കൊണ്ടുപോകുന്നതും തിരിച്ചു കൊണ്ടുവരുന്നതെല്ലാം, അദ്ദേഹത്തെ കൊണ്ടുവരുന്നത് തിരിച്ചു കൊണ്ടുവരുന്നത് എൻ്റെ വണ്ടിയിലാണ്. അപ്പോൾ ആൾക്ക് വണ്ടിയുണ്ട്, അപ്പോൾ എനിക്ക് കൂടുതൽ സംസാരിക്കാൻ വേണ്ടിയാണ്. കാരണം നമ്മളവിടെ ചെന്നിരിക്കുമ്പോൾ ആളോട് ചോദിച്ചു കഴിഞ്ഞാൽ ആളങ്ങനെ കലവിലാന്നും പറയില്ല. അപ്പോൾ വണ്ടിയിലാവുമ്പോൾ എന്തായാലും സംസാരിക്കാമല്ലോ. അപ്പോൾ അങ്ങനെ ഞാൻ കൊണ്ടുവരും, തിരിച്ചു കൊണ്ടുവരും. അപ്പോൾ പൂജ കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ അദ്ദേഹം എന്നോട് ചോദിക്കും, നിനക്ക് ജ്യോതിഷം പഠിക്കാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ ഞാൻ പറയുന്നത് സംസ്കൃതമൊക്കെ പഠിച്ചെടുക്കണ്ടേന്ന് ചോദിക്കും. അപ്പോൾ പറയും മലയാളം എഴുതാനും വായിക്കാൻ അറിഞ്ഞൂടെ. ഞാൻ പറയും ഇത്രയും വലിയ ബിസിനസ് ചെയ്യുന്ന ആൾക്ക് എഴുതാനും വായിക്കാനും അറിയാതിരിക്കുമോ? ഞാനും അതേപോലെ തന്നെ വർത്താനം പറഞ്ഞ ആളാണ്. അപ്പോൾ പറയും ഞാൻ പഠിപ്പിച്ചു തരാം, നിനക്ക് വേണ്ടടുത്ത് വേണ്ട സംസ്കൃതം ഞാൻ പഠിപ്പിച്ചു തരാം. അല്ലാതെ നീ പാരമ്പര്യക്കാർ പറയുന്ന പോലെയല്ല നമ്മുടെ ജ്യോതിഷം, അത് ആചാര്യ സംവാദമാണ്. ആർക്കും ഇവിടെ കുലത്തിനൊന്നും ഒരു പ്രാധാന്യമില്ല. നിൻ്റെ ജാതകത്തിൽ എന്താണോ യോഗം അതിൽ നീ എത്തിയിരിക്കും എന്ന് പറയും. അപ്പോൾ അങ്ങനെയാണ് ജ്യോതിഷം പഠിക്കുന്നത്. അപ്പോൾ ജ്യോതിഷം പഠിക്കാൻ ചെന്നിരിക്കുമ്പോഴാണ് മഹാവിഷ്ണുവിൻ്റെ ഭയങ്കര ഭക്തനായിരിക്കുന്ന എൻ്റെ അടുത്ത് നമ്മൾ ക്ഷമാമന്ത്രം ചൊല്ലുന്ന മഹാദേവനാണ്. അപ്പം ഞാൻ ചോദിക്കുക അതെന്താണെന്ന് ചോദിക്കുക. അപ്പോൾ ആൾ പറയും കുട്ടി ഇതെല്ലാം മഹാദേവൻ്റെ തുടങ്ങുന്നു, മഹാദേവനിൽ അവസാനിക്കുന്നു. അപ്പോൾ ഇത്ര നാൾ നമ്മൾ കണ്ടതോ ഈ കണ്ട വേഷങ്ങളൊന്നുമല്ല കഥകൾ. അപ്പോൾ അദ്ദേഹത്തിൽ നിന്നാണ് ഇപ്പം ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ പ്രണവത്തിൻ്റെ ബുക്കുകൾ 3 എഴുതിയിട്ടുണ്ട്. പ്രണവത്തിലെ ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ 1-ാം ഭാഗം, പിന്നെ 2-ാം ഭാഗം, പിന്നെ പേരമംഗലത്തപ്പൻ്റെ ഐതിഹ്യം, ഈശ്വരയുടെ സത്യം. അപ്പം ഇങ്ങനെയുള്ള എല്ലാം ഈ 3 ബുക്ക് അത് വാങ്ങി വായിച്ചു കഴിഞ്ഞാൽ
ഈ ഞാനീ പറയുന്ന എല്ലാ കാര്യവും ആ ബുക്കുകളിൽ വന്നിട്ടുണ്ട്. അല്ല, ഞാൻ ചോദിച്ചോട്ടെ, അങ്ങ് ഗുരുനാഥനിൽ നിന്ന് ജ്യോതിഷം പഠിക്കുന്നു, പിന്നീട് എപ്പോഴാണ് ഈ ക്ഷേത്രം ക്ഷേത്രത്തിലേക്ക് വരുന്നത്? നമ്മുടെ ആചാര്യ സംവാദം ജ്യോതിഷം പഠിച്ചെടുക്കുന്നു. അപ്പോൾ നമ്മൾ ചെയ്യുന്ന കർമ്മത്തിലൂടെ എല്ലാവർക്കും ജയിക്കാൻ പറ്റും. അപ്പോൾ ഞാൻ 10 വർഷം കൗമുദിയിൽ പ്രോഗ്രാം അവതരിപ്പിച്ചു. പിന്നെ അതിനു മുമ്പ് കൗമുദിയിൽ വരുന്നതിന് മുമ്പ് ആദ്യമായിട്ട് വരുന്നത് കൈരളി പീപ്പിളിലാണ്. അപ്പോൾ നമ്മുടെ പ്രോഗ്രാമുകൾക്ക് ഭയങ്കര ജനസമ്മതി ഉണ്ടായി, ഞായറാഴ്ചകളിലാണ്. പക്ഷെ അപ്പോൾ പാർട്ടിക്കാർക്ക് തോന്നി ഈ ജ്യോതിഷ ആളുകൾ കൂടുതൽ ശ്രദ്ധിച്ച് തന്നെ BJP വളരാനൊരു തോന്നില്ല. അങ്ങനെ അവരെ സ്റ്റോപ്പ് ചെയ്തു. എനിക്ക് കാര്യം മനസ്സിലായി. ഞാൻ പിന്നീട് അത് കിട്ടാന്ന് നോക്കിയിട്ട് അവർ തന്നില്ല. കാരണം നമുക്ക് തരില്ല, ഇയാൾ വരുമ്പോഴാണ് പ്രശ്നം എന്നുള്ള രീതിയിൽ. എന്തായാലും അന്ന് കൗമുദി ചാനൽ എൻ്റെ പിന്നാലെ കൊണ്ട് ഞാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പിന്നെ അവസാനം ഞങ്ങൾ ഗതിയില്ലാണ്ട് വീണ്ടും കൗമുദിയുടെ പിന്നാലെ പോയി. അവിടെ ചെല്ലുമ്പോൾ അതിന് വലിയ റീച്ചൊന്നുമില്ല. പക്ഷെ നമ്മൾ ചെന്നിരുന്ന ലേഡീസ് അവറും രാവിലത്തെ പ്രോഗ്രാം വന്നപ്പോൾ ഭയങ്കര റീച്ചായി. നമുക്ക് ഫോൺ എടുത്ത് തീർക്കാൻ പറ്റില്ല, അത്രയും തിരക്ക്, ഭയങ്കര ബഹളമായി. അപ്പോൾ ഞാനിവിടെ വഴിപാടുകളും കാര്യം പറയും. അപ്പോൾ എത്ര നിവൃത്തിയില്ലാത്ത ഒരാൾക്കും 18 ചെറുനാരങ്ങ വാഴനാരി കോർത്ത് ഗണപതിക്ക് മാല ചാർത്തിയാൽ 3 ദിവസം ചെയ്യുമ്പോൾ മാറ്റം വരും. അത് സ്വയം കോർത്ത് കൊടുത്താൽ ഏറ്റവും ഉത്തമം. അപ്പോൾ ഭക്തർ സ്വയം കോർത്ത് കൊണ്ട് ചെല്ലുന്ന മാല ഈ അയിത്തം നിലനിൽക്കുന്ന ഒരു ക്ഷേത്രത്തിൽ സ്വീകരിക്കില്ല. അവിടെ അവിടെ വാര്യര് കെട്ടിയാലേ സ്വീകരിക്കുള്ളൂ. അപ്പോൾ ഇവർ വന്നിട്ട് പറയും. പിന്നെ അതേപോലെ നമ്മൾ ആവാഹന പൂജ, അന്ന് ആവാഹന പൂജ ഉണ്ട്. ഇവിടെ മിറാക്കിൾ ഇഷ്ടം പോലെ, മെൻ്റൽ മാറ്റാം, സാമ്പത്തിക ബുദ്ധിമുട്ട് മാറ്റാം, കല്യാണം നടത്തൽ, അങ്ങനെ എല്ലാ കാര്യവും നമ്മുടെ ആവാഹന പൂജയിൽ ഇതെല്ലാം മാറി മറിയും. പറയുന്ന 4 കാര്യം: ധർമ്മദേവതാ പ്രീതി, പിതൃപ്രീതി. പിതൃപ്രീതി എന്ന് പറഞ്ഞാൽ ആവാഹിച്ചുകൊണ്ട് എത്തിയിട്ട് കാര്യമില്ല. ജ്യോതിഷത്തിനൊപ്പം തന്നെ പൂജാവിധികളും പഠിച്ചു. അതെ, അദ്ദേഹത്തിന്റെ പൂജാവിധികൾ പഠിച്ചു. അപ്പോൾ അതിലൂടെ നമുക്ക് ഏതൊരു മനുഷ്യനെ റിവേഴ്സ് ചെയ്യാം. അപ്പോൾ റിവേഴ്സ് ചെയ്തപ്പോൾ രോഹിതിന് ഇപ്പോൾ ഒരു വഴിപാട് ചെയ്തൊന്നും മാറ്റം കാണിക്കാൻ പറയുമ്പോൾ പല ക്ഷേത്രത്തിലും ഭക്തർ പറയുന്ന വഴിപാട് അവർ ചെയ്യാൻ തയ്യാറാവില്ല. അങ്ങനെ വരുമ്പോഴാണ് പിന്നെ ഗൾഫിൽ നിന്നൊക്കെ വിളിക്കും. അപ്പം നമ്മുടെ പൂജാരിക്ക് ആൾ വരാതെ ചെയ്യാൻ പറ്റില്ല. അവർ പറയും അവിടെ ബാൻ ചെയ്യപ്പെട്ടാണ്, അതുകൊണ്ട് പറ്റില്ല എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു ക്ഷേത്രത്തിൽ വഴിപാട് ചെയ്ത് രക്ഷപ്പെടണമെങ്കിൽ നമ്മുടെ ക്ഷേത്രം തന്നെ. അങ്ങനെയാണ് നമ്മൾ ക്ഷേത്ര നിർമ്മാണത്തിലേക്ക് അന്വേഷിച്ച് നടക്കുന്നത്. അപ്പോൾ ഈ സ്ഥലത്തല്ല നമ്മൾ അന്വേഷിക്കുന്നത്. നമ്മൾ അന്വേഷിക്കുന്നത് ഏറ്റവും കൂടുതൽ ആത്മീയതയുള്ള തൃശ്ശൂർ ജില്ലയിലാണ്. അവിടെ 2-3 സ്ഥലമൊക്കെ പോയി കണ്ടു, പക്ഷേ നമുക്ക് ബോധിച്ചില്ല. പിന്നെ നമ്മുടെ പാലക്കാട് അട്ടപ്പാടി, അവിടെ ഏതാണ്ട് 93 ഏക്കർ സ്ഥലമൊക്കെ പോയി കണ്ടു.